ഈ ചെടി നട്ട് വളർത്താതെ സ്വമേധയാ കിളിർത്തത് വീടിൻ്റെ ഈ ഭാഗങ്ങളിലാണെങ്കിൽ പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു വീടിൻ്റെ താളം തെറ്റുന്നു എന്നുള്ള ഏറ്റവും വലിയ സൂചനയായിട്ട് ഈ ചെടിയെ നമുക്ക് കണക്കാക്കാൻ പറ്റും. മദ്യാസക്തി, മനോരോഗം, ശാരീരിക വിഷമതകൾ, ബന്ധങ്ങളുടെ തകർച്ച, നാഥനില്ലാത്ത അവസ്ഥ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമസ്കാരം, രുദ്രധാരയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ശംഖുപുഷ്പം എന്ന ചെടിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. എന്താണ് ശംഖുപുഷ്പം? ഇവിടെ നിന്നാണ് വന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ സ്വമേധയ ഉണ്ടായതാണോ? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഈ ചെടി വീട്ടിൽ വളരുമ്പോൾ 30 നന്മയുണ്ടാകുമ്പോൾ 3 തിന്മകൾ ഉണ്ടാകുന്നു. ഏതൊരു ചെടിക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ, നേരത്തെ മറ്റു വീഡിയോകളിൽ ഞാൻ പറയുന്നത് പോലെ ഇതിലും കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ 3 കാര്യങ്ങളേ ഉള്ളൂ. അതും കൂടെ ഒഴിവാക്കിയാൽ പരിപൂർണമായിട്ട് പറയാം, ശംഖുപുഷ്പം പോലെ മികച്ച ഒരു സസ്യം വേറെ ഇല്ല വീട്ടിൽ വളർത്താൻ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശംഖുപുഷ്പത്തിൻ്റെ പ്രത്യേകതകളെന്ന്. ലോകത്തുള്ള എല്ലാ സസ്യ ജന്തു ജാലങ്ങളും ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടിയായ ഈ സസ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുമോ? ഇതിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ട് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്രത്തിൽ നിരവധി സസ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശംഖുപുഷ്പത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അപരാജിത എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ബട്ടർഫ്ലൈ പീ എന്നാണ് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ ബ്ലൂ പീ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ശംഖുപുഷ്പം സ്വമേധയാ നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലും ഇത് കിളിർക്കാറുണ്ട്. എന്താണ് ശംഖുപുഷ്പത്തിൻ്റെ പ്രത്യേകത? സത്യത്തിൽ ഈ ശംഖുപുഷ്പം അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളാണ്. അവിടെ നിന്നുമാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്, നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്നത്. ഈ ചെടിയെ സംസ്കൃതത്തിൽ വിഷ്ണുകാന്ത, വിഷ്ണുപ്രിയ, അശ്വകുര, ഗിരികർണി, ഇങ്ങനെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ചെടിക്ക് ഒരുപാട് പ്രത്യേകതകൾ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സസ്യമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. നിരവധി സസ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ് എനർജി നൽകാൻ സാധിക്കുന്നവയുണ്ട്. അങ്ങനെ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന പ്രകാരം ശംഖുപുഷ്പം വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ആണ് താനെ മുളയ്ക്കുന്നതെങ്കിൽ വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ആ പ്രദേശങ്ങളിൽ തന്നെ ഇത് എന്ത് ചെയ്യാം, നടുവാനും പറ്റും. അപ്പോൾ ഈ പറയുന്ന പ്രധാനമായിട്ടും കിഴക്ക് വശത്തും അതുപോലെ തന്നെ വടക്ക് വശത്തുമാണ് ശംഖുപുഷ്പം നടേണ്ടത്. ഗ്ലിറ്റോറിയ ടെർണേഷ്യ എന്നറിയപ്പെടുന്ന ഈ ശംഖുപുഷ്പം ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ ജന്മസ്ഥലം എന്ന് പറയുന്നത് മലേഷ്യ, ഇന്തോനേഷ്യയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ തൊടിയിലൊക്കെ ഇത് ഒരുപാട് ധാരാളം കണ്ടുവരുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഈ ചെടിക്ക് നിരവധി ഗുണങ്ങളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ 30-ലധികം ഗുണങ്ങളും എന്നാൽ 3 ദോഷവും കൂടിയുണ്ട്. ഈ ഗുണങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്വമേധയ ഇത് നടുകയും ചെയ്യാം. അതല്ലാതെ എന്ത് ചെയ്യാം, തന്നെ കിളിർത്ത് വരുന്ന ചില വീടുകളുമുണ്ട്. താനെ മുളയ്ക്കുന്നത് ചില സൂചന ആയിട്ടാണ് കണക്കാക്കുന്നത് വാസ്തുപ്രകാരം. എന്നാൽ നമുക്ക് ഇത് നമ്മുടെ വീടിൻ്റെ വളപ്പിൽ ഇതെന്ത് ചെയ്യാം, നട്ടുപിടിപ്പിക്കാം. അത് പ്രധാനമായിട്ടും ഒന്നുകിൽ കിഴക്കായിരിക്കണം, അല്ലെങ്കിൽ വടക്കായിരിക്കണം, അല്ലെങ്കിൽ കിഴക്ക് വടക്കേ മൂല, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല, ആ പ്രദേശങ്ങളിൽ. അതുപോലെ വാതിലിൻ്റെ വലത് സൈഡിൽ ഇത് വയ്ക്കാം, പ്രധാന വാതിലിൻ്റെ വലത് സൈഡിൽ വയ്ക്കാമെന്ന് പറയപ്പെടുന്നുവെങ്കിലും അതിനേക്കാൾ ഉചിതവും ഉത്തമവും എന്ന് പറയുന്നത് ഈ പറയുന്ന കിഴക്ക് വടക്കേ മൂല തന്നെയാണ് വെച്ച് പിടിപ്പിക്കുന്നെങ്കിൽ. അത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഇത് വെക്കുന്നതെങ്കിൽ ഏറ്റവും ഉചിതം. അപ്പോൾ
ഈ ചെടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പേര് പറയുന്ന പോലെ വിഷ്ണുകാന്ത, വിഷ്ണുപ്രിയ എന്നൊക്കെ പറയുന്നത് പോലെ എന്താ പറയുക, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, സമ്പത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു എന്താ പറയുക ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താധാരയെ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ ഈ ചെടിക്ക് സാധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം 26 തരത്തിലുള്ള ശംഖുപുഷ്പമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആകെ 2 എണ്ണമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് വൈറ്റ് കളർ അല്ലെങ്കിൽ വെള്ള കളറിലുള്ളതും പിന്നെ കോമൺ ആയിട്ടുള്ള നീല കളറിലുള്ളതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് സമ്പത്തും ഐശ്വര്യവും തരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ശനിദോഷമുള്ളവരുണ്ടെങ്കിൽ, വീട്ടിൽ ശനിദോഷമുള്ളവരുണ്ടെങ്കിൽ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം നമ്മുടെ ശനിദോഷം അകലുന്ന ഒന്നാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. വീട്ടിൽ അത് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ശനിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പുഷ്പം എന്ന് പറയുന്നത്. നമ്മൾ ശിവന് മാല ചാർത്താറുണ്ട് ഇത്, അതുപോലെ മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ആ ശനിദോഷം അകറ്റുന്നതിനും അത്യുത്തമമാണ് ഈ പറയുന്ന ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 26 തരമുണ്ട്. ആ 26 തരമൊന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വെള്ളയും ഈ നീലയുമാണ്. ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൊതുവേ, ഇത് നമ്മൾ ഇത് വെച്ച് ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട് അല്ല. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് ഈ അമിതമായിട്ടുള്ള മദ്യത്തിനോടുള്ള ആസക്തി വരുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ പറയുന്ന ആൽക്കഹോളിൻ്റെ ആ ഒരു സ്വാധീനം കുറയ്ക്കാനൊക്കെയുള്ള കഴിവ് ഈ പറയുന്ന ശംഖുപുഷ്പത്തിൻ്റെ ആ പൂവ്, അതിൻ്റെ പൂവാണ് ഉപയോഗിക്കുന്നത്. പൂവിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഇലകളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ മനോരോഗത്തിനൊക്കെ ഇതിൻ്റെ ഇല അരച്ച് കലക്കിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ തലവേദന വരുന്ന സമയത്ത്, ചെറിയ തലവേദന, മൈഗ്രെയിൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ചാറെടുത്ത് മൂക്കിലൂടെ ഇറ്റിച്ച് കഴിഞ്ഞാൽ ആ തലവേദന, നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന തലവേദന കുറയാറുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ പറയുന്ന ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശാസ്ത്രീയപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അതിൻ്റെ എന്താ പറയുക, ഇല മുതൽ വേര് വരെയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ മെഡിസിനൽ പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാലിത്. അപ്പോൾ അത്തരത്തിലുള്ള, അതുപോലെ തന്നെ ഗ്ലോയിങ്, എന്താ പറയുക, ഈ നമ്മുടെ സ്കിന്നെ ഗ്ലോ വർദ്ധിപ്പിക്കാനൊക്കെ കഴിയുന്ന ഒരു ചെടിയായിട്ടാണ് ഇതിനെ പൊതുവെ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്, ഈ ശംഖുപുഷ്പത്തിനെ പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു, ശനിദോഷം അകറ്റുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഒരു കടാക്ഷം ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയുടെ ആ ഒരു അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വളർച്ച അല്ലെങ്കിൽ ഉയർച്ച എന്ന് പറയുന്നത്. അത്തരത്തിൽ സാമ്പത്തികപരമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മറികടക്കാനൊക്കെ ഒരു പരിധി വരെയൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ, അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെടി വെച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലാരും കൊണ്ടുവന്ന് പൈസ തരുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ കിട്ടുന്ന പൈസ മറ്റൊരു വഴിയിലൂടെ എന്ത് ചെയ്യത്തില്ല, ചിലവായി പോകത്തില്ല. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഭാഗം അതിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, നാളത്തെ ഒരു ആവശ്യത്തേക്ക് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഐശ്വര്യത്തിനെയും സമ്പത്തിനെയും കൂടുതൽ എന്ത് ചെയ്യുക, നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനുള്ള കഴിവ് ഈ ചെടിക്ക് ഉണ്ട് എന്ന മറ്റുള്ള ചെടികളെ പോലെ. ഈ വാസ്തുവിൽ കുറച്ച് ചെടികളെ കുറിച്ചേ പറയുന്നുള്ളൂ. അതിലൊന്നാണ് ഈ പറയുന്ന ശംഖുപുഷ്പം എന്ന് പറയുന്നത്. നമ്മളെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ശത്രുപീഠകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ മറികടക്കാൻ ഈ പറയുന്ന ഈ ചെടി നമ്മളെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, എങ്കിലും ഒരുപാട് പേര് ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു പൊതുവെ. അപ്പോൾ ഇതിനപ്പുറം ആത്മീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട്, അല്ലെങ്കിൽ വാസ്തുപരമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യവും സമ്പത്തും ആണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു 3 ദോഷവശങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് പറഞ്ഞെങ്കിലേ പൂർണ്ണമാവുള്ളൂ. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. നമ്മൾ പല വീഡിയോസിലും പല ചെടികളെക്കുറിച്ചും പറയാറുണ്ട്, പല വിശ്വാസങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അല്ല. ഈ ചാനൽ പോലും ഞാൻ സൃഷ്ടിച്ചത് ചില വിശ്വാസങ്ങൾ എന്താണ്, ചിലർ ആദ്യം ഉത്തരേന്ത്യക്കാരുടെ ചില വിശ്വാസങ്ങളുണ്ട്, സൗത്ത് ഇന്ത്യക്കാരുടെ ചില വിശ്വാസം, നമ്മുടെ ദക്ഷിണേന്ത്യക്കാരുടെ ചില വിശ്വാസങ്ങളുണ്ട്. ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ കുറേ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ.
അപ്പോൾ ഈ വിശ്വാസങ്ങൾ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു നല്ലത് വരണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അന്ധവിശ്വാസം പരത്തിവിടുക അല്ലെങ്കിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിട്ടുകളയാം. എന്താണ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഞാൻ ഒരു ചെടിയെക്കുറിച്ച് പറയുമ്പോൾ, ചെടി ആയിക്കൊള്ളട്ടെ എന്ത് വസ്തു ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം അതിനെക്കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. അപ്പോൾ നിരവധി പേരുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഇത് വയ്ക്കാൻ പാടില്ല ഏത് ഭാഗങ്ങളിൽ, തെക്ക് വശത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് ഇത് വെക്കാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണ് അങ്ങനെ സ്വമേധയാ കിളിക്കാനും അതുപോലെ തന്നെ അങ്ങനെ വന്നാലുമുള്ള പ്രശ്നം എന്താണ്? സ്വമേധയ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ആ വീട്ടിലെ വ്യക്തിക്ക്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ, ആരാണ് മെയിനായിട്ടുള്ള ആൾ, മദ്യാസക്തി വർദ്ധിക്കും. അതായത് മദ്യത്തിന് അടിമയാകും. മദ്യം അല്ലെങ്കിൽ എന്ത് ലഹരി ആയിക്കൊള്ളട്ടെ അതിന് അടിമയാകും. ഈ പറയുന്ന എന്തെങ്കിലും ഒരു ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ? പൈസ എന്ത് ചെയ്യും, പോകുന്ന വഴി അറിയത്തില്ല, അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി രക്ഷപ്പെട്ട ചരിത്രം ഇല്ലെന്ന് നമുക്കറിഞ്ഞൂടെ? ഒരു വീട്ടിൽ സ്ത്രീകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കാരണം ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്ന ആരുടെ കയ്യിലാണ്? സ്ത്രീയുടെ കയ്യിലാണ് അല്ലേ? പുരുഷന്മാരൊക്കെ ജോലി ഇന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ആ കുടുംബത്തെ നിലനിർത്തുന്ന അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹാസ് ബീൻ വെസ്റ്റഡ് വിത്ത് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആ ലേഡി ആരാണോ അവരുടെ കയ്യിലാണ്. അവർ വിചാരിക്കണം അതെങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ മദ്യാസക്തി വർദ്ധിക്കും. ആ ഫാമിലിയിൽ ഉള്ള പുരുഷന്മാരുടെ 1, 2, 3 പുരുഷന്മാർ കാണുമല്ലോ ചിലപ്പോൾ ഒരു വീട്ടിൽ, ആണുങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ മദ്യാസക്തി വർദ്ധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ദിശകളിൽ ഇത് നട്ടുപിടിപ്പിക്കരുതെന്നും സ്വമേധയാ വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നും പറയുന്നു. ഇത് നീക്കം ചെയ്യുമ്പോൾ വെട്ടിമുറിച്ച് കളയാന്നുള്ളതല്ല, അതിനെ അവിടെ നിന്ന് മാറ്റി ഈ പറയുന്ന 2 മറ്റ് സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് നമുക്ക് മാറ്റി എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത് കിഴക്ക് വടക്കേ മൂലയാണെങ്കിൽ ഏറ്റവും ഉത്തമം കിഴക്ക് ഭാഗത്താകാം, വടക്ക് ഭാഗത്തും ആകാം. അതാണ് ഒന്നാമത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഈ പറയുന്ന മദ്യാസക്തി ലഹരികളുടെ പിന്നാലെ പോകും. ലഹരികളുടെ പിന്നാലെ പോയി അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന്. രണ്ടാമത്തത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, ശാരീരികപരമായിട്ടുള്ള നിരന്തരമായ പീഡകളൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, പിന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം ഈ പറയുന്ന ഈ മദ്യം അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അസുഖങ്ങൾ താനെ പുറമെ വരും അല്ലേ? അപ്പോൾ നിരന്തരമായി മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി നഷ്ടപ്പെടുകയും പലതരത്തിലൂടെ ജീവിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വരുന്നത്, അല്ലയോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതാണ് ശാരീരിക വിഷമതകളാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തതാണ് മാനഹാനി എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ മാനഹാനി, ആ വീട്ടിലുള്ള സ്ത്രീയുടെയോ പുരുഷന്റെയോ മാനം നഷ്ടപ്പെടും. ഒന്നുകിൽ പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും, വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിലും, ഒന്നുകിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അവൻ്റെ മാനാഭിമാനം നഷ്ടപ്പെടും. 100% ഉറപ്പുള്ള കാര്യമാണ്. പലരും ഇത് വെളി പറയത്തില്ല, എങ്കിലും വീട്ടിൽ വെച്ച് നഷ്ടപ്പെടുവാന്നേ വെളി പറയത്തില്ലല്ലോ. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായോ? 1 മദ്യാസക്തി, ആ വീട്ടിൽ ലഹരികളോടുള്ള അമിതമായിട്ടുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയും, 2 രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള വിഷമതകൾ വർദ്ധിക്കും. 3 എന്ന് പറയുന്നത് അഭിമാനക്ഷതം. ഇത് 3 ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രോബ്ലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് വിഷമിക്കുന്നത്, ഒരു മനുഷ്യന് എപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്, അല്ലേ? ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിൻ്റെ കാരണം എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ദുഃഖം 4 തരത്തിലാണുള്ളത്. 1 ശാരീരികമാണ്, 2 മാനസികമാണ്,
3 ദാമ്പത്യപരമാണ്. 4 എന്തായിരിക്കും? സാമ്പത്തികം. അങ്ങനെ 4 പ്രധാനമായിട്ടുള്ള വിഷമങ്ങൾ, ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത്. ഏതൊക്കെയാണ്? ശാരീരികം, മാനസികം, ദാമ്പത്യം, പിന്നെ 4-മത്തെ സാമ്പത്തികം. ഈ സാമ്പത്തികത്തിനൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 90% ഇല്ലാതാക്കാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ 95% പ്രശ്നങ്ങളും പണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തുടച്ചു നീക്കാൻ സാധിക്കും. പണം ഇല്ലാത്ത ഒരു വ്യക്തി പൈസയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല, പൈസ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? നമ്മളതിന് മൈൻഡ് കൊടുക്കത്തില്ല. പക്ഷെ പണം ഉള്ള ഒരാൾ അത് പറയുകയാണെങ്കിൽ നമ്മളെന്താ, അയാളുടെ എളിമ കണ്ടില്ലേ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കും അല്ലേ? പൈസയല്ല ഈ ലോകത്തിലെ ഏറ്റവും വലുത്, അത് കേൾക്കാൻ നമ്മളിരിക്കും. പക്ഷെ പാവപ്പെട്ടവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കാൻ നിൽക്കില്ല. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, ഒരു അടിസ്ഥാനപരമായ സ്വഭാവമാണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? സമ്പത്ത് തന്നെയാണ്. ഈ സമ്പത്തിന് മനുഷ്യന്റെ പ്രശ്നങ്ങളെ 90% അല്ലെ 95% എന്ത് ചെയ്യാൻ സാധിക്കും? തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാൻ സാധിക്കും എന്നാ പറയുന്നത് അല്ലെ? സാധിക്കുന്നതല്ല പറയുന്നത്, അങ്ങനെയാണ് എന്ന് പറയുമെന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന 4 പ്രശ്നങ്ങൾ, അപ്പൊ ഈ 4 പ്രശ്നങ്ങളാണ് മനുഷ്യനെ എന്താക്കുന്നത്? എന്തെങ്കിലും കുഴിയിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നത്, അല്ലെ അവന്റെ ജീവിതം തന്നെ ഹോമിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ വേണ്ടത് നമുക്ക് എന്താണ്? സമ്പത്തും ഐശ്വര്യവുമാണ്. ഒന്ന്, രോഗങ്ങൾ ഉണ്ടാവാതെ ഇരിക്കണം. മാനസികമായിട്ട് എപ്പോഴും എന്താണ്? പ്ലസന്റ് ആയിട്ടിരിക്കണം. പിന്നെ എന്താണ്? ദാമ്പത്യം, കുടുംബത്തിൽ വലിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ മനസ്സമാധാനം എന്ന് പറയുന്ന സംഭവം അത് കിട്ടണം അല്ലെ? 4-മത്തെ ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന പണം എന്ന് പറയുന്ന സംഭവം വേണം. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു ദുഃഖത്തിന് കാരണമാണ്, ശരിയാണ്. ശ്രീബുദ്ധൻ പറഞ്ഞത് വളരെ ശരിയാണ് അല്ലേ? എന്താ, ആഗ്രഹങ്ങൾ ദുഃഖത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ ആഗ്രഹമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇന്ന് ജീവിക്കുന്ന ലൈഫിനേക്കാൾ കുറച്ചുകൂടെ പ്രോസ്പെരിറ്റി നാളെ ഉണ്ടാകണമെന്ന ചിന്തയിലല്ലേ നമ്മൾ ഓരോരുത്തരും, ഞാനാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിലും ജീവിക്കുന്നത് അല്ലെ? ആ ഒരു നിങ്ങളുടെ നാളത്തെ ഒരു പ്രോസ്പെരിറ്റിക്ക് ഈ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ധാരണയായിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ, ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കമന്റുകളും വരാറുണ്ട്, മോശം കമന്റുകളും വരാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് മേലനയ്ക്ക് പണിയെടുത്തൂടെ എന്നൊക്കെ. മേലനയ്ക്ക് പണിയെടുക്കുന്നുണ്ട്, എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പക്ഷേ എന്ത് കമന്റ് ഇട്ടാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഞാനതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകും എന്ന തിരിച്ചറിവോട് കൂടിയാണ് ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയാൻ ഇറങ്ങിയത്. അതുകൊണ്ട് പലതും കേൾക്കും, പലതും പറയും. പിന്നെ പച്ചത്തെറിയൊന്നും പറയാതിരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കാണുന്നതല്ലേ. അപ്പോൾ എന്നാലും അപ്പം നമ്മളെക്കുറിച്ചുള്ള ഒരു ഒരു ഇമ്പാക്റ്റ് അവരുടെ മനസ്സിൽ വരുമല്ലോ. ഇന്ന ആളാണ്, ആരാണ് അത് തെറി പറഞ്ഞതെന്ന് എടുത്തൊന്നും നോക്കൂല്ലേ? അപ്പൊ ഇന്ന ആളാണ്. അപ്പൊ അതൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും തുടക്കത്തിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. നമ്മൾ എല്ലാവരും, വി ആർ ഓൾ ദ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് omnipotent divine power which is guiding everything in the world, which is guiding everything in the universe. അതായത് നമ്മളെല്ലാവരും ഭഗവാന്റെ കരങ്ങളിൽ വെറും ഒരു ഉപകരണം മാത്രമാണ് അല്ലേ? ആ അത്തരത്തിലുള്ള ഒരു ഉപകരണം എപ്പോഴാണ്, ആ ജീവിതം എപ്പോഴാണ് ധന്യമായി മാറുന്നത്? നമ്മളുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ സന്ദേശം കൊണ്ട് സന്തോഷമുള്ളവരാകുക, സന്തോഷമുള്ളവരാക്കി തീർക്കുക എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ആരെയും വിഷമിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഇത് പാണ്ഡിത്യമല്ല, ഒരിക്കലും അങ്ങനെ പറയത്തുമല്ല, ഒരിക്കലും ചിന്തിക്കില്ല. ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ് ടു ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ലൈഫ് എവരി ബ്രീത്ത് ഈസ് ടേക്കിംഗ് ടു യു ടുവാർഡ്സ് ദ ഗ്രേവ് യാർഡ്. ആ അവസാന ശ്വാസം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ. ചിലപ്പോൾ ഒന്നും പഠിച്ച് പൂർണ്ണമാക്കിയിട്ടല്ല നമ്മുടെ ഈ ഭൂമി വിട്ട് നമ്മൾ പോകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ എന്തെങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യട്ടെ, ഉപകാരമാകട്ടെ എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 12 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും അത് തന്നെയാണ്. അധ്യാപകനായതുകൊണ്ട് എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഗുണമാകട്ടെ, ഒരാൾക്കെങ്കിലും നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കും. അതായത് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളിലും എന്നും സന്തോഷമായി തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കണം. നമ്മളെ തെറി പറയുന്നവരും നമ്മളെ മോശം പറയുന്നവരും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നു, അപ്പം നമ്മളും എന്തായി, പോസിറ്റീവായി അല്ലേ? ആണ്. നമ്മൾ ഒരാളെക്കുറിച്ച് മോശം ചിന്തിക്കാതിരുന്നാൽ മതി, നമ്മളും എന്തായി മാറി, ആക്ച്വലി പോസിറ്റീവായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. ശംഖുപുഷ്പം വെട്ടിക്കളയാനല്ല,
പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക? എടുക്കുക, സ്ഥാനം മാറിയാ നിൽക്കുന്നെങ്കിൽ കൊണ്ടുചെന്ന് കിഴക്കോ വടക്കോ ആക്കുക. ഇത്രയേ ഉള്ളൂ, അല്ലേ? അല്ലാതെ ഒരു ചെടിയും നമുക്കെന്താകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ഇതൊക്കെ വിശ്വസിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലൊരു കിണർ കുഴിക്കുമ്പോൾ നിങ്ങളത് മീനത്തിലല്ലേ കുഴിക്കുന്നത്? മീനമാസം കുഴിക്കുന്നല്ല. മീനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ കിഴക്ക് വടക്കേ മൂല സ്ഥാനം, അല്ലേ? ആ ഭാഗത്താണ് ശരിക്കും കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവിടെ കുഴിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കാണും. അപ്പോൾ അവിടെയാണ് കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥാനം, നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അടുക്കും ചിട്ടയോടും കൂടിയാണ് കാര്യങ്ങളെങ്കിൽ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ദൈവകടാക്ഷവും എല്ലാം നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ധാരയായി ഒഴുകുമെന്ന് രുദ്രധാരയിലൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ പുതിയൊരു വിഷയം, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ പറഞ്ഞ പോലെ ശംഖുപുഷ്പത്തെക്കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.